നിങ്ങൾ കേൾക്കുന്ന സന്ദേശങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇറിറ്റേഷൻ ഉണ്ടാക്കാനോ നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാനോ വേണ്ടിയുള്ളതല്ല എന്ന് ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പല ആളുകളും ഒത്തിരി ചോദ്യങ്ങൾ എനിക്ക് എഴുതി ചോദിക്കാറുണ്ട്. അവരുടെ നല്ല മനസ്സിൽ ചോദിക്കുന്നതാണ്, സിൻസിയറായിട്ട് അവർ ചോദിക്കുന്നതാണ്. എന്നാൽ പലതിനും എനിക്ക് മറുപടി പറയാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ദൈവം ഇടയാക്കുന്നുണ്ട്. നിങ്ങൾക്കത് ബോധ്യവുമാകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാവിലെ ഞാൻ ധ്യാനിച്ച ഒരു വേദഭാഗം, ദൈവം നൽകുന്ന ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങളായ ലേഖനങ്ങൾ, അതിൽ 95% ഉപദേശങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലോ ഏതെങ്കിലും ഒരു തർക്ക വിഷയത്തോടുള്ള ബന്ധത്തിലോ ഉള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് മറുപടിയായി അപ്പോസ്തലന്മാരിൽ കൂടെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഉപദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ പെന്തക്കോസ്ത് ദൈവസഭകളും വിശ്വസിക്കുകയും വിശ്വാസ പ്രമാണമായി ഏറ്റെടുക്കുകയും ഉപദേശമായി ഏറ്റെടുക്കുകയും ചെയ്ത ചില കാര്യങ്ങൾ ആ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഉപദേശം എന്നും കൂടെ ഞാൻ പറയുകയാണ്. സ്തോത്രം. മാനസാന്തരം, മുഴുകൽ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, ഇതിനെ നാം അടിസ്ഥാന വേദോപദേശങ്ങൾ എന്നാ പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ച സംഭവമാണ് കേട്ടോ. ബൈബിളിൽ അങ്ങനെ അടിസ്ഥാന വേദോപദേശം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതേ പിടിച്ച് വഴക്കുണ്ടാക്കാൻ വരരുത്. അത് അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയതിൽ തെറ്റും പറയുന്നില്ല ഞാൻ. കാരണം അതെങ്കിലും ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതോർത്ത് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാര് പ്രസംഗിക്കുകയും ജനങ്ങൾ അനുവർത്തിക്കണമെന്ന് പറയാൻ തുനിഞ്ഞതുമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇനി ഉപദേശം കിടക്കുന്നത് ലേഖനം മുഴുവനും ഉപദേശമാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷങ്ങളെ നാം വായിക്കുന്നത്, യേശുക്രിസ്തു സ്തോത്രം പരീശന്മാരോട്, ശാസ്ത്രിമാരോട്, തന്നെ അനുഗമിക്കുന്ന പുരുഷാരത്തോട്, തന്റെ ശിഷ്യഗണത്തോട്, പാപിനിയായ സ്ത്രീയോട്, കുഷ്ഠരോഗിയോട്, കണ്ണ് കാണാൻ വയ്യാത്തവനോട്, സ്തോത്രം, ദേവാലയത്തിന് പുറത്ത്, നഗരത്തിന് പുറത്ത്, ഗ്രാമത്തിൽ, വില്ലേജിൽ ഒക്കെ ജനങ്ങളുമായിട്ട് സംഭാഷിക്കുമ്പോൾ, എന്റെ പ്രിയരെ, ഉപദേശങ്ങളുടെ മാലപ്പടക്കാവ് അതുപോലെ ഉപദേശങ്ങൾ പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ പറഞ്ഞത് നമ്മൾ അനുവർത്തിക്കണം. മാനസാന്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. മുഴുകൽ സ്നാനം തളിച്ചുള്ള സ്നാനത്തിന്റെ കാര്യമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സ്നാനത്തെ കുറിച്ചല്ല. മുഴുകൽ സ്നാനം, യേശുക്രിസ്തു യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴെ സ്നാനമേറ്റു, വെള്ളത്തിന് മുങ്ങി സ്നാനമേറ്റു, പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു. പരിശുദ്ധാത്മാവ് എന്നല്ല, ദാനം നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആളുകളിൽ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഭയങ്കരമാണ് ഇന്നത്തെ കാലത്ത്. ചില ആൾക്കാർ പറയുന്നു അഭിഷേകം ഇല്ല, നിന്നുപോയി. ചില ആളുകൾ പറയുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ വെറും തട്ടിപ്പാണെന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ റെക്കോർഡ് ചെയ്യാൻ സ്റ്റുഡിയോയ്ക്കകത്തിട്ട് കയറി പ്രാർത്ഥിക്കാൻ മുട്ടുമെന്ന് നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ അന്യഭാഷ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ അന്യഭാഷ ദൈവത്തോട് സംസാരിച്ചിട്ടായിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നുപോയി, ഇല്ല, അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവര് പാട്ട് എഴുതിയാലും നമ്മളത് പാടും, അത് വേറെ കാര്യം. അത് പോട്ടെ, അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല.
അപ്പോസ്തലന്മാരുടെ ഉപദേശം, ദൈവദാസന്മാർ നമ്മെ ഉപദേശിക്കുക, ഉപദേശം കേൾക്കാൻ ഒരു മനസ്സ്, മാറ്റാൻ ജീവിത ശൈലിയിൽ മാറ്റം വരുത്താൻ ഒരു നല്ല മനസ്സ്, അതാണ് നമുക്കുണ്ടാകേണ്ടത്. കർത്തൃമേശ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ 23-ാം വാക്യം മുതൽ നാം വായിക്കുന്നു. പൗലോസ് സംസാരിക്കുന്നുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തെന്നാൽ എന്നും പറഞ്ഞ് തുടങ്ങുക അവിടെ നിന്ന്. സ്തോത്രം. മാത്രമല്ല അവസാനം പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ലൂക്കോസ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയെ കുറിച്ച് രേഖപ്പെടുത്തി വരുമ്പോൾ പറഞ്ഞ കാര്യമാണ് 2-ാം അധ്യായത്തിൽ. അത് മാത്രം നിങ്ങൾ എഴുതി ചർച്ച തൂക്കിയിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ തൂക്കാൻ പോയ എന്തെല്ലാം സാധനങ്ങൾ തൂക്കാൻ കിടക്കുന്നല്ലേ ചർച്ചിനകത്ത്. അതെല്ലാം ചർച്ചിലോട്ട് തൂക്കിയിടാതെ അത് ആ ഹൃദയത്തിനകത്തോട്ട് തൂക്കിയിടാവോ? ദൈവം നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾ, പരിശുദ്ധാത്മാവിനാൽ ലേഖനത്തിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്ന ഉപദേശങ്ങൾ, അതെവിടെയെങ്കിലും കെട്ടിത്തൂക്കിടാനുള്ളതല്ല, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്. സ്നാനം ഒറ്റ പ്രാവശ്യം മതി. പക്ഷെ കർത്തൃമേശ നിങ്ങൾ എപ്പോഴൊക്കെ കൂടി വരാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ അപ്പോഴെല്ലാം നടത്തേണ്ടതാണ്. അത് നമ്മൾ മാസത്തിൽ ഒന്നാക്കി. ചിലടത്ത് എല്ലാ ആഴ്ചയും നടക്കുന്നു, നല്ല കാര്യം. കാരണം കർത്തൃമേശയിലോട്ട് കൈ നീട്ടണമെങ്കിൽ അങ്ങനെ ചെറിയ പരിപാടിക്കൊന്നും പറ്റിയില്ല. നല്ലതുപോലെ വിശുദ്ധ ജീവിതം നയിക്കാതെ കർത്തൃമേശയിലോട്ട് കൈ നീട്ടാൻ പറ്റിയില്ല പ്രിയരെ. അതുകൊണ്ടാണ് മിക്ക ആളുകളും എന്ത് ചെയ്യുന്നത്, എല്ലാ ആഴ്ചയിലും വേണ്ട പാസ്റ്റർ, കഴിഞ്ഞ ആഴ്ച മീൻകാരനുമായിട്ട് വണക്കമുണ്ടാക്കുക ഇല്ലേ, നിരപ്പ് പ്രാപിച്ചിട്ടില്ല, ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഉപദേശപരമായ കാര്യങ്ങളിൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും അതുപോലെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ അവർ കടത്തി ഒരു കാര്യം കൂടെ പറയാം. അത് മാത്രമല്ല, ലേഖനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആമേൻ ഉപദേശമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉപദേശം കേൾക്കാൻ ആളുകൾക്ക് മനസ്സില്ലാത്തൊരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആ വചനത്തോട് ദൈവം നിങ്ങൾ ഉപദേശിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉപദേശിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ആ ഉപദേശത്തിന് ചെവി കൊടുക്കാൻ, തലയൊന്നും ഉണക്കി കൊടുക്കാൻ ഈ രാവിലെ സമയം പറ്റുമോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവരെ നിങ്ങൾ രക്ഷിക്കും, നിങ്ങളെ തന്നെ സൂക്ഷിക്കും, നിങ്ങൾ പറഞ്ഞ ഉപദേശത്തിൽ നിലനിൽക്കും. സ്തോത്രം. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുവച്ചു. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിൽ നന്ദി പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന, പല രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന എന്റെ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെയൊക്കെ ദൈവവചനത്തിൽ നിലനിൽക്കാൻ കർത്താവ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ, പലയിടങ്ങളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഉപദേശത്തിൽ നിലനിൽക്കാൻ, സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ കർത്താവേ, അത് എഴുതിയ ആ വാക്യം അങ്ങനെ കാണാതെ പഠിച്ച് നടക്കാനല്ല, ലേഖനങ്ങൾ വായിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉപദേശ വിഷയമായ കാര്യങ്ങളിൽ ആമേൻ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടിടത്ത് മാറ്റം വരുത്താൻ, ഒരു മാനസാന്തരത്തിലേക്ക് നീങ്ങാൻ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കും. ഞാൻ ഹൃദയം തുറന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമായി തരണേ. പ്രാർത്ഥനയുടെ നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. പ്രിയരെ, ഞാൻ പറഞ്ഞ നിങ്ങൾ മറക്കരുത്. സ്തോത്രം. ദൈവം എല്ലാ ദിവസവും രാവിലെ നിങ്ങളെ നടക്കേണ്ടുന്ന വഴി ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഭാരപ്പെടേണ്ട, അവൻ നിങ്ങളെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.